ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള ഭാഗങ്ങളിൽ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. യഹോവയായ ദൈവം ഭക്തനായ മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ വഴിയിൽ സൂക്ഷിക്കേണ്ടതിന് നിനക്ക് മുമ്പിൽ ഞാനൊരു ദൂതനെ അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ മുൻപേ സഞ്ചരിക്കുന്ന ദൂതനുണ്ട്. ബൈബിളിൽ യാക്കോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഭവനത്തിൽ നിന്ന് അമ്മ പറയുന്നതനുസരിച്ച് ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്ത്, ഉപായത്താലാണെങ്കിലും ജ്യേഷ്ഠൻ്റെ അനുഗ്രഹവും അപ്പനിൽ നിന്ന് തട്ടിയെടുത്ത് യാത്ര പുറപ്പെടുന്ന ഒരു യാക്കോബിനെ കാണാൻ പറ്റും. യാക്കോബ് ഒറ്റയ്ക്കാണ് പുറപ്പെടുന്നത്. ഒത്തിരി ദൂരം സഞ്ചരിക്കുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ഥലത്തെത്തിയപ്പോൾ യാക്കോബിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത നിലയിൽ ഇരുട്ടായിപ്പോയി, സാഹചര്യങ്ങൾ അസ്തമിക്കുകയാണ്. എന്നാൽ അവിടെ യാക്കോബിനെ പുറപ്പെടാൻ പറഞ്ഞ അമ്മയോ അനുഗ്രഹിച്ച അപ്പനോ തന്നെ തകർക്കാൻ നിന്ന ജ്യേഷ്ഠനോ ഒന്നുമില്ല. യാക്കോബ് ഒറ്റപ്പെടുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് പുറപ്പെട്ടതാണ് യാക്കോബ്. പക്ഷേ ഒരു സ്ഥലത്ത് വഴിയിലെത്തിയപ്പോൾ തൻ്റെ കൂടെ ആരുമില്ല, ഒറ്റപ്പെടുകയാണ്. ഇതുപോലെയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും. ആരംഭിക്കുമ്പോൾ എല്ലാവരും കാണും, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും കാണത്തില്ല. ചിലപ്പോൾ ഒടുവിൽ നമ്മൾ അനുഗ്രഹത്തിലോട്ട് പ്രവേശിക്കുമ്പോഴും എല്ലാവരും കാണും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരും കാണത്തില്ല. യാക്കോബ് അതുപോലൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കല്ലെടുത്ത് വെച്ച് കിടന്നുറങ്ങിയ യാക്കോബ് കാണുന്നത് ദൂതൻ കോവേണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ്. പ്രിയരെ, അവിടെ യാക്കോബിനെ ബലപ്പെടുത്തിയ ഒരു ദൈവത്തെ കാണാൻ പറ്റും. യാക്കോബ് അവിടെ പറയുന്നുണ്ട്, ഈ സ്ഥലത്ത് ദൈവസാന്നിധ്യമുണ്ട്, ഞാനിവിടെ ആലയം പണിയും എന്നൊക്കെ പറഞ്ഞ് ശക്തമായ തീരുമാനമെടുത്ത് പുറപ്പെടുന്ന ഒരു യാക്കോബിനെ കാണാം. ഞാൻ പറയുന്നത്, വഴിയിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഒരിക്കലും ഇല്ല പ്രിയരെ. ദൂതനുണ്ട് കൂടെ. നമുക്ക് മുന്നമേ സഞ്ചരിക്കാൻ കർത്താവ് ദൂതനെ അയച്ചിട്ടുണ്ട്. നമ്മെ പിൻപിൽ കരുതാൻ കർത്താവ് ദൂതനെ അയച്ചിട്ടുണ്ട്. ആത്മാവിൽ വിശ്വസിച്ച് ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.